പൂക്കൾക്കിടയിൽ നിന്നും വീണുടഞ്ഞെങ്കിലും ഓർക്കാൻ വസന്തമത്രയിൽ അമ്മയൊരു ഓർമ്മയായി. വേർപെടുന്നൊരു കാറ്റിനു പറയാൻ കാലമരുളിയ സൗഹൃദമുണ്ട്. കാത്തുനിൽക്കും കനവിന് പകരാൻ കരുതി വച്ച ഓർമ്മകളുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് 23 ശനിയാഴ്ച വൈകുന്നേരം 7 മണി എൻ്റെ പ്രിയപ്പെട്ട അമ്മയുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പറന്നുയർന്ന സായം സന്ധ്യ. എൻ്റെ ജീവിതത്തിൻ്റെ താങ്ങും തണലുമായ അമ്മയുടെ വേർപാട് ഇന്നും ഉള്ളിൻ്റെ ഉള്ളിൽ വിങ്ങുന്ന വേദനയാണ്. കഴിഞ്ഞ ഇന്നലകളിലേക്ക് തിരിയുമ്പോൾ എന്നെ ഞാനാക്കിയ ഒരു 100 അനുഭവങ്ങൾ, നീറുന്ന ചിന്തകളിൽ നിന്നും ഉയരുന്ന നെടുവീർപ്പുകൾ മാത്രം. എന്നെ കാത്തിരിക്കുവാൻ ഇനി അമ്മയില്ല എന്നോർക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സ്നേഹം. ആദ്യമായി നാവിൻ തുമ്പിൽ നിന്നും അടർന്നു വീണ പദം, അതാണ് അമ്മ. ഓർമ്മ വച്ച നാൾ മുതൽ ആ സ്നേഹം ഞാൻ അറിയാതെ എന്നോടൊപ്പം താങ്ങായി, തണലായി, ആശ്വാസമായി, സാന്ത്വനമായി, പ്രത്യാശയായി, തിരുത്തലുകളായി ജീവിക്കുന്ന ദൈവമായിരുന്നു അമ്മ. ഇന്നു ഞാൻ ഈശോയുടെ സ്വന്തമായിരിക്കുന്നു എന്നത് തന്നെ എൻ്റെ മാതാപിതാക്കളുടെ നന്മ ഒന്നു മാത്രം. ഈ ലോകത്തിൻ്റെ മലിനത ഏൽക്കാതെ എന്നെ ആത്മീയതയിൽ വളർത്തിയെടുത്തതും അവരുടെ മാതൃകാ ജീവിതവും പ്രാർത്ഥനയുമായിരുന്നു. ഗോതമ്പ് മണി നിലത്തഴിഞ്ഞ് ഇല്ലാതായ ജീവിതം, ഏറെ ദുഃഖദുരിതങ്ങളുടെയും ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും ഇടയിൽ സ്വയം അലിഞ്ഞ് ഇല്ലാതായവർ, മക്കൾക്കായി മുറിച്ചു വിളമ്പി സ്വയം ഇല്ലാതായവർ, ജീവിതത്തിലെ അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ചു മുന്നേറാൻ മാതൃകയായി നിലകൊണ്ടവർ, ദിവ്യബലിയിലും ദിവ്യകാരുണ്യ സന്നിധിയിലും കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന അമ്മയുടെ മുഖം ഇന്നും എൻ്റെ മനസ്സിൽ പച്ചകെടാതെ നിലകൊള്ളുന്നു. എനിക്ക് വേണ്ടി എത്രയോ രാത്രികൾ ഉറക്കമിളച്ചിട്ടുണ്ട്. ജീവിതത്തിലെ വിങ്ങുന്ന വേദനകളിലും ദുഃഖ ദുരിതങ്ങളിലും ആരുണ്ട് എന്നോർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരയുമ്പോൾ ഒരു സ്വരം, അതാണെൻ്റെ അമ്മ. എല്ലാ പക്ഷികളും മഴയത്ത് കൂട് തേടും, എന്നാൽ പരുന്ത് ആ മഴ മേഘങ്ങൾക്ക് മുകളിൽ പറക്കും എന്ന അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ശാരീരികവും വാർദ്ധക്യ സഹജവുമായ രോഗങ്ങളാൽ കഴിഞ്ഞ 3 വർഷം കിടന്ന കിടപ്പിലായിരുന്നു. പ്രതിസ്നേഹം കൊടുക്കുവാൻ ദൈവം ഒരുക്കിയ അവസരമായി ഞാൻ അതിനെ കാണുകയാണ്. ഒരു ഹോം നേഴ്സിനെയും ആശ്രയിക്കാതെ എല്ലാ മക്കളുടെ മക്കളും അതിരറ്റ സ്നേഹത്തോടെ അമ്മയെ ശുശ്രൂഷിച്ചു. സഹനങ്ങളുടെ നടുവിലും എൻ്റെ ഈശോയെ, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ എന്ന് മാത്രമായിരുന്നു പ്രാർത്ഥന. സഹനങ്ങളുടെ നടുവിലും യാതൊരുവിധ പരാതികളുമില്ലാതെ എപ്പോഴും ഒരു ചെറുപുഞ്ചിരി മാത്രം. മരണം എന്ന യാഥാർത്ഥ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് സ്വർഗീയ യാത്രയ്ക്കായി ഒരുങ്ങിക്കഴിഞ്ഞ നാളുകൾ. ഞാൻ നല്ല ഓട്ടം ഓടി, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം കാത്തു. എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു എന്ന് ജീവിതത്തിലൂടെ വിളിച്ചറിയിക്കുകയായിരുന്നു. നമ്മുടെ ശാശ്വത ഭവനമായ സ്വർഗീയ വസതിയിലേക്ക് ആ പാവനാത്മാവ് പറന്നുയർന്നു. വേർപാട് എന്നും വേദനാജനകമാണ്. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സ്നേഹം. സ്വർഗത്തിലിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന പ്രത്യാശ മാത്രം.